ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ വിചാരിക്കുന്നതിനെതിരായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ശരിക്കും നമ്മൾ ചാർട്ടിനകത്തിലും മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും ഒക്കെ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ന് എൻ്റെ ക്യാപ്ഷൻ അതുപോലെ, ഒഴുക്കിനെതിരെ നീന്തുന്ന മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പം നിലവിൽ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് മാർക്കറ്റുകളെല്ലാം നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എൻ്റെ അഭിപ്രായ പ്രകാരം അത് അത്ര ശുഭസൂചന അല്ല. വേൾഡ് മാർക്കറ്റ് എതിരായിട്ട് നിൽക്കുമ്പം നമ്മുടെ മാർക്കറ്റ് മാത്രം ഒരു പോസിറ്റീവ് റേഞ്ചിലേക്ക് 300 പോയിൻറ്റ് 200 പോയിൻ്റൊക്കെ മൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത് എന്തോ സംതിങ് ഫിഷിങ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഞാൻ എൻ്റെ ഒരു ഊഹം അല്ലെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US ഫ്യൂച്ചർ ഏകദേശം 400-450 പോയിൻറ്റ് നെഗറ്റീവിലാണ് ഡൗ ജോൺസ് ഓടുന്നത്. പിന്നെ നാസ്ഡാക്ക് ആണെങ്കിലും ഒരു 275 പോയിൻറ്റോളം നെഗറ്റീവിലാണ്. ഫ്യൂച്ചർ രാവിലെ മുതൽ ഈ റേഞ്ചിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം അതുപോലെ തന്നെ മറ്റു മാർക്കറ്റുകളൊക്കെ നോക്കുകയാണെങ്കിലും ഫ്ലാറ്റ് നെഗറ്റീവാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് മാത്രം പോസിറ്റീവ്. അത് എന്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് നോക്കിയിട്ട് കണ്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകുന്ന മാർക്കറ്റിനെ ശരിക്കും പേടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത്, നമ്മളെ മോഹിപ്പിക്കും, പല കാര്യങ്ങൾ കാണിച്ച് മോഹിപ്പിക്കും. ആ മോഹത്തിൽ നമ്മൾ അടിമപ്പെടരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ന്യായമായ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് മാറി നിൽക്കുക. ഓക്കെ, ചെറിയ ചെറിയ പ്രോഫിറ്റുകളെടുത്ത് അത് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു ഡയറക്ഷൻ ഇല്ല മാർക്കറ്റിന്. ഓക്കെ, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം ഡേറ്റ നമുക്കില്ല. പകരം ന്യൂസുകളുടെ അടിസ്ഥാനത്തിലാണ്, ഞാനെന്ന് പറയുന്ന പോലെ ന്യൂസുകളുടെ ബേസിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ നമുക്ക് ഒരിക്കലും മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഇന്ന് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിഫ്റ്റ് നിഫ്റ്റി എന്താ കാണിച്ചത്? നെഗറ്റീവ് ഓപ്പണിംഗാണ് കാണിച്ചത് അല്ലേ? ഒരു ഗ്യാപ്പ് ഡൗണിൻ്റെ സിമ്പിളാണ് കാണിച്ചത്. പക്ഷേങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 100 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം നമ്മുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റുകൾ ഒന്നുകിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഡോട്ടഡ് ലൈനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 24,000 ആണ് ഈ ലൈൻ കാണുന്നത്. അപ്പം ആ 24,000 പോയി തട്ടി നേരെ മാർക്കറ്റ് തിരിച്ചു വന്നു. ഒരു 10-20 മിനിറ്റ് നേരം ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത ശേഷമാണ് ഒരു ബ്രേക്കൗട്ട് കിട്ടി മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയത്. അപ്പം പക്ഷേ എത്ര പേർക്ക് ഇത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. കാരണം വളരെ പതുക്കെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് ഇപ്പോൾ വീഴും എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്, മേലോട്ട് കയറിപ്പോയത്. അപ്പം നമ്മൾ വരച്ച കൃത്യമായ ലൈൻ 24,172 ആ റേഞ്ചിൽ വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ച് താഴെ ഒരു പ്രാവശ്യം വന്നു, വീണ്ടും അവിടെ പോയി തട്ടി, വീണ്ടും തിരിച്ച് വന്നു. അങ്ങനെ ഒരു 1-2 ചെറിയ ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് അത്യാവശ്യം ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് ചെറിയൊരു ലാഭം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞൊരു താല്പര്യം, നമുക്ക് മാർക്കറ്റിനൊരു ഡയറക്ഷൻ ഇല്ല, എങ്ങോട്ട് പോകും നമുക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡ് മാർക്കറ്റാണ്. അപ്പം എല്ലാ മാർക്കറ്റും നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം പോസിറ്റീവായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് സംഭവം വന്നു കഴിഞ്ഞാൽ വീഴ്ചയുടെ ആഘാതം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ 100-150 പോയിൻറ്റ് നീങ്ങിക്കൊണ്ടിരുന്ന നിഫ്റ്റി ഇപ്പം 300-400 പോയിൻറ്റുകളാണ് ഒറ്റയടിക്ക് നീങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻട്രാഡേ ബേസിസിൽ നമുക്കിതിനെ അനലൈസ് ചെയ്യാൻ തന്നെ വളരെ പാടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് നിഫ്റ്റി വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഡേ ബേസിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഡേ ക്യാൻഡിൽ. ഓക്കെ, ഡേ ക്യാൻഡിൽ നമ്മളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ എല്ലാം വരച്ചിട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ വേണ്ടാത്ത വരകളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഈ വരകളുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ വരച്ച 24,172 ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പം ഒരു റെസിസ്റ്റൻസിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലൈൻ ബ്രേക്കൗട്ട് നടന്നു അല്ലേ? ബ്രേക്കൗട്ട് നടന്നു ഒരു ഗ്യാപ്പ് അപ്പോട് കൂടി അടുത്ത റെസിസ്റ്റൻസിലെത്തി. ഇനി അടുത്ത എന്താണ്? ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക.
നമ്മൾ ഓരോ ഘട്ടങ്ങളും ഓരോ കടമ്പകളും കടന്നാണ് ഒരു ഹഡിൽസ് പോലെ ഓരോ കടമ്പകൾ കടന്നാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ആക്ഷൻ എന്താണ്? 24,172. ഈ 24,172 എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ഇതിൻ്റെ താഴോട്ടാണ് മുകളിലോട്ടാണ്, എങ്ങോട്ട് മാർക്കറ്റ് പോകുന്നു അതിൻ്റെ കൂടെ നമ്മൾ പോകുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്വന്തമായിട്ടൊരു വേറൊരു സ്ട്രാറ്റജി വെച്ചൊരു ട്രേഡ് നമുക്കിവിടെ ഒരിക്കലും പറ്റത്തില്ല. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിൻ്റെ കൂടെ പോവുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഈ ലൈൻ ഇത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി കനപ്പിച്ചിട്ടേക്കാം. ആ ലൈൻ വേണമെങ്കിൽ നമുക്ക് ആ ലൈൻ ഒരു സ്പെഷ്യൽ കളർ കൊടുക്കാം. ഈ കളർ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, അത് ഇച്ചിരി വലിയ കളറായിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ എങ്ങോട്ട് പോകുന്നു, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, ആ ലൈൻ അങ്ങോട്ട് നമുക്കപ്പം അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. അപ്പോൾ അടുത്ത ഇവിടുന്ന് കടന്നു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് 24,800 അടുത്ത നമ്മുടെ അടുത്ത കടമ്പ. ഇവിടം വിട്ട് വൃത്തിയായിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ നാളെ ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലക്ഷ്യം 24,800 ആയിരിക്കും. 25,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടുമായിരിക്കും. ഇതായിരിക്കും നാളെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽ. വേറെ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഇൻട്രാഡേയിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ലൈൻ ഒന്ന് വേണമെന്ന് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഇച്ചിരി ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഈ ലൈൻ ഇച്ചിരി ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഇൻട്രാഡേയിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇൻട്രാഡേയിൽ നമുക്ക് വേണ്ട താഴെ ഒരു ചെറിയൊരു ലൈനാണ് നിങ്ങൾക്ക് ഒന്ന് വരച്ചിട്ടേക്കാം. ഈ ലൈൻ കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ കറക്റ്റാണ്. നമുക്ക് കണ്ടോ, ഈ ഒരു ലൈൻ ഒന്ന് വരച്ചിട്ടേക്ക്. ഈ ലൈൻ ഇടയ്ക്ക് മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. താഴോട്ടേക്ക് വേണമെങ്കിൽ അപ്പോൾ ഇത് ബ്ലൂ ആക്കാം. നമ്മൾ സാധാരണ ഇത് ബ്ലൂ അല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന നോക്കുക. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് നമ്മൾ പോകുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, ഇതാണ് ഇൻട്രാഡേ ബേസിൽ. അപ്പം മുകളിലോട്ട് വേണം ഒരു ടാർഗറ്റ്, വലിയ ടാർഗറ്റ് 28,800. അപ്പോൾ ഇതിന് നമുക്ക് ഇടയ്ക്കൊരു ഇടത്താവളം വേണം. അപ്പോൾ ആ ഇടത്താവളം ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇടത്താവളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേക്കാം. ഇടത്താവളം വരയ്ക്കാൻ ഇടത്താവളം ഇവിടെ ഒന്നും വരയ്ക്കാൻ കാണുന്നില്ല. വരയ്ക്കാനുള്ളത് പിന്നെ ഇടത്താവളം വരയ്ക്കാൻ ഒന്ന് ചെറുതാക്കി നോക്കാം. വണ്ണ വരയ്ക്കാനിലോട്ട് മാറ്റി നോക്കാം. ഇതിനകത്ത് നമുക്ക് വരയ്ക്കാനുള്ള ഇടത്താവളം ഒന്നും കാണുന്നില്ല. ഓക്കെ, ഒരെണ്ണമുണ്ട്. ഒരു ഇടത്താവളം ഇവിടെ കാണുന്നുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ. നമുക്ക് ഇവനെ ഇത് അടിപൊളി ഒരു സംഭവം ഇത്. ഓക്കെ, ഇത് മാർക്ക് വെച്ചു. ഈ സാധനം അതേ ഉള്ളൂ. 24,508. 24,508 എന്ന് പറയുന്നൊരു കടമ്പയുണ്ട്. അത് കിടക്കട്ടെ. അപ്പോൾ ഒരിടത്താവളം കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ 24,500. അപ്പോൾ 24,191 കടന്നു കഴിഞ്ഞാൽ 24,508. അത് കഴിഞ്ഞാൽ പിന്നെ 24,800, പിന്നെ 25,000. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ ചാർട്ടിനകത്തിൽ കൃത്യമായിട്ട് വരച്ച് വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. 24 ഒന്ന് പറഞ്ഞേക്കാം, എനിക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറയില്ല. 24,103 സപ്പോർട്ട്, 24,191 റെസിസ്റ്റൻസ്. ഇത് രണ്ട് ലൈൻ. ഓക്കെ, പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,508, അതിനുശേഷം 24,800, പിന്നെ പോയ സൈക്കോളജിക്കൽ 25,000. ഇത്രയാണ് അടുത്ത ദിവസങ്ങളിലേക്കുള്ള റേഞ്ച്. നമുക്കിനി ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വരച്ച റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് അതിനകത്താണ് മാർക്കറ്റ് നമ്മൾ വരച്ച ആ റേഞ്ചിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. നല്ല ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. 1000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി നടത്തി. അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഇതിൻ്റെ ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈ എത്തി. ഓക്കെ, ഓൾ ടൈം ഹൈ ആണ്. ബ്രേക്ക് ഔട്ട് നടത്തി ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഞാൻ പറഞ്ഞു നിങ്ങളോട് HDFCയും ICICIയും കോട്ടക് ബാങ്കിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് കോട്ടക് ബാങ്കും ഇവർ 3 പേരും ഇന്ന് പെർഫോം ചെയ്തതിന് ശേഷം ICICI നേരെ തിരിച്ച് താഴെ വന്നാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ, ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു ICICI. കാരണം 3 രൂപയുള്ളായിരുന്നു. HDFC ബാങ്ക് 20 രൂപ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. കോട്ടക് ബാങ്ക് 53, അതും ഓൾ ടൈം ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം.
അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 3 എണ്ണത്തിനെയും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ എല്ലാം ഓൾ ടൈം ഹൈ ആണ്. HDFC ബാങ്ക്, ICICI ബാങ്കും കോട്ടക് ബാങ്ക് ഇത് 3 ഓൾ ടൈം 52 വീക്ക് ഹൈക്ക് മേളിലെ ഓൾ ടൈം ഹൈ ആണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് സംഭവം വന്നാൽ മാർക്കറ്റിലോ ഗ്ലോബലിയോ ട്രംപിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വികടത്തരം വന്നു കഴിഞ്ഞാൽ ഈ 3 സ്റ്റോക്കിനെയും വളരെ ഭീകരമായിട്ട് ബാധിക്കും. നല്ല പ്രോഫിറ്റ് ബുക്കിങ് ഇവിടെ വരും. HDFCയിലും ICICIയിലും കോട്ടക്കിലും നല്ലപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ബ്രേക്കൗട്ട് തന്നു, ശരിയാണ്, ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും നെഗറ്റീവ് ട്രെൻഡ് വന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് രണ്ടും രണ്ട് ദിശയിൽ നിൽക്കുകയാണ്, മനസ്സിലാക്കണം. നിഫ്റ്റി താഴെയും ബാങ്ക് നിഫ്റ്റി മുകളിൽ നിൽക്കുകയാണ്. അപ്പം ഇനിയും ബാങ്ക് നിഫ്റ്റിക്ക് ഇനി നിഫ്റ്റി വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഓൾ ടൈം ഹൈ, ഇനി മൂവ്മെൻറ്റ് വളരെ ഒരു പക്ഷെങ്കിൽ കുറവാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിക്ക് ഇനി അത്ര മൂവ്മെൻറ്റ്, ഇനി 1000 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം ഓൾ ടൈം ഹൈ എത്തി, പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും മാർക്കറ്റ് ഫിയർ കാണും, എപ്പോഴും ഇപ്പം പൊട്ടും എന്നുള്ളൊരു ഫിയർ കാണും. അതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയെ താഴെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ട് നിഫ്റ്റിക്ക് തട്ടുകേടാണ് നിലവിൽ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടു വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അപ്പം ഓൾ ടൈം ഹൈ 55,472 നിന്നു. ഇതിന് ശേഷം ഇതിന് മുകളിലോട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും നോക്കുക. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻട്രാഡേ ബേസിസിൽ ഇവിടെ ഒരു 15-20 മിനിറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ട് മൂടും. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം. അടുത്ത ടാർഗറ്റ് ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ പെൻസിൽ കയ്യിലിരിക്കുന്നു മറന്നുപോയി, ഒരു പക്ഷെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ റീടെസ്റ്റ് ഇവിടെ വന്നിട്ട് നേരെ ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഇത്രയും കയറിയില്ലേ, ഈ റേഞ്ചിൽ ഇത്രയും വരെ പോയില്ല, അപ്പോൾ പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വന്ന് തിരിച്ച് 54,500 വന്ന് തിരിച്ചിട്ട് റീടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് ഉണ്ട്. നമ്മളത് തള്ളിക്കളയാൻ പാടില്ല. അത് നമ്മുടെ മനസ്സിലത് എപ്പോഴും ഇരിക്കണം. ഓക്കെ, അപ്പം മുകളിലോട്ടുള്ള റേഞ്ച് പറയാനുള്ളത് 57,000 വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഈ 57,000 നമുക്കൊരു സൈക്കോളജി കാണാം. കാരണം മേലോട്ടില്ല, മേലോട്ട് നമുക്ക് വേറെ പഴയ റെസൻസുകളൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് ഒരു 57,000 സൈക്കോളജിക്കലായിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിനെ മുന്നോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ജസ്റ്റ് മിഡ് ക്യാപ്പ് കൂടെ നോക്കിയേക്കാം. മിഡ് ക്യാപ്പ് ഒരു സെക്കൻഡ്. മിഡ് ക്യാപ്പ് ഓക്കെ, മിഡ് ക്യാപ്പ് നോക്കിക്കേ. മിഡ് ക്യാപ്പും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് റെസൻസ് ബ്രേക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടാർഗറ്റ് എത്രയാണ്? അടുത്ത ടാർഗറ്റ് ഇതാണ്, ഈ പോയിൻ്റാണ് അടുത്ത ടാർഗറ്റ്. അതിൻ്റെ അടുത്ത ടാർഗറ്റ് ഇത്, ഒരു മിനിറ്റ്, എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ടാർഗറ്റായിട്ട് വേണമെങ്കിൽ വെക്കാം. അത്ര കൺഫർമേഷൻ ഒന്നുമില്ല, എങ്കിലും ചുമ്മാ വരച്ചിട്ടേക്കാം. ഇവിടെ റെസൻസ് വരാനുള്ള സാധ്യത ഈ രണ്ടെണ്ണം 12,390, 12,205. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻ്റ് നോക്കുക. അതിനുശേഷം ബാക്കി നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് പിന്നെ മിഡ് ക്യാപ്പിനകത്തുള്ളത്. അഥവാ അല്ല ഇത് പൊട്ടി ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദർ ഡൗൺ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. അതുപോലൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ താഴെ ഞാൻ വാട്സപ്പ് പുതിയ ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫുള്ളായതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ അവിടെ കയറാൻ പറ്റാത്തവർക്ക് ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.